പ്രധാനപ്പെട്ടതായിട്ട് കൂടി ചില കുട്ടികളെങ്കിലും വരുത്തിയ തെറ്റുകളെക്കുറിച്ച് അത് ഇനി മറ്റ് നീറ്റൊക്കെ എഴുതുന്ന കുട്ടികൾ, അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട തെറ്റുകൾ വരുത്തിയത്, ഒന്നാമത്തത് ഈ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ആ ഒരു ബോധമില്ലായ്മ. അതായത് അപ്പം നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്തടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചു പോയി ആപ്ലിക്കേഷൻ നോക്കിയപ്പോഴാണ് അതിനകത്ത് കിടക്കുന്നത് തെറ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഒന്നെങ്കിൽ ഇയർ തെറ്റ്, അല്ല മന്ത് തെറ്റ്, അല്ല ഡേറ്റ് തെറ്റ്. വളരെ കെയർലെസ് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 250 മാർക്കിലാണ് നിൽക്കുന്നത്, അല്ലെ 300ലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഭയപ്പെടുകയോ സിസ്റ്റം മാറ്റുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇനിയുള്ള കൃത്യമായ ഓരോ ദിവസവും 1-2 മോഡലുകൾ എഴുതാൻ തയ്യാറായാൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ തയ്യാറായാൽ, NCERTയുടെ എല്ലാ പേജുകളിലൂടെയും കടന്നു പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെയുള്ള ആ മാജിക് മൊമെൻറ്റ് മെയ് 5-ാം തീയതി സംഭവിച്ചിരിക്കും. ഏറ്റവും നല്ല രീതിയിൽ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ടാണ് ജെഇമെയിൻ ഇന്നലെ സിമ്പിളായിട്ട് ആ കുട്ടികൾക്ക് തോന്നിയത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ പാറ്റേണിലൂടെ കടന്നു പോകാത്ത ഒരാളോട് ചോദിക്കൂ, ഇന്നലത്തെ 90 ക്വസ്റ്റ്യനിൽ എത്ര ചെയ്തു എന്ന് ചോദിക്കൂ. ശിവൻ സാറിന് പോകുന്ന പ്രോഗ്രാമിൻ്റെ 80ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇനി 100 ദിവസം പോലും ഇല്ല, നമ്മുടെ യഥാർത്ഥ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യെസ്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ അവരുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇനി 100 ദിവസം പോലും ഇല്ല. ഒരു 90, 92, 93 ദിവസത്തിനുള്ളിൽ തന്നെ നീറ്റ് എക്സാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. മാതാപിതാക്കൾ നമുക്ക് വളരെ കരുതലോടുകൂടി തന്നെ അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കരുതലോട് കൂടിയിട്ടാണ് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ. വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ലക്ഷ്യം നേടിയെടുക്കണമെന്ന ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ശിവൻ സാറിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നീറ്റ് 2024 ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ എന്തെല്ലാമാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാം, NTA ഏതാണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് പരീക്ഷ നടത്തുന്നത്, ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഇതുവരെ നമ്മുടെ അറിയിപ്പ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. ഏതാണ്ട് 1 മാസത്തോളം ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള സമയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് സാവകാശം, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് തീർക്കാനുള്ള ഒരു സാവകാശം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ കാറ്റഗറികൾ, നമ്മളുടെ റിസർവേഷൻ്റെ അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ നാഷണാലിറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് എൻട്രി ചെയ്തുകൊണ്ട് തന്നെ തങ്ങളുടെ ആദ്യ സ്റ്റെപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ മിക്കവാറും അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. അതിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് പേരൻസ് ഒരുങ്ങുക. കുട്ടികളെ സംബന്ധിച്ചോളം ഇനി 90 ദിവസം ആ ഒരു പീക്ക് ടൈമിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ വരുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പം നിങ്ങളെ അറിയിക്കും. ആദ്യത്തെ ദിവസം ചെയ്യുന്നതിലല്ല കാര്യം, ഏറ്റവും വൃത്തിയായി ഏറ്റവും കൃത്യമായിട്ട് നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ഒരുമിച്ച് ചെയ്യണം. അതുകൊണ്ട് അത് നിങ്ങളൊരു ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുക. അത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളിൽ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സർ, അതുപോലെ തന്നെ നമ്മുടെ JEE ആസ്പിരൻസിന്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫസ്റ്റ് സെഷൻ എക്സാമും കഴിഞ്ഞു. അത് തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും. കാരണം നീറ്റുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തന്നെയുള്ള മറ്റൊരു വിഭാഗമാണ് JEE. അവർ ഈ നാഷണൽ എക്സാമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നവംബർ-ഡിസംബർ സമയത്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവരുടെ ആദ്യത്തെ 2 ദിവസത്തെ എക്സാമും, ആർക്കിടെക്ചറിൻ്റെ 24-ാം തീയതിയിലത്തെ എക്സാമും പേപ്പർ 1-ൻ്റെ 27-ാമത്തെ എക്സാമും ഇത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളൊക്കെ വരുത്തിയ ഒരു തെറ്റുകളുണ്ട്. അപ്പോൾ അതിന് ആവർത്തിക്കപ്പെടാൻ പാടില്ല അല്ലേ? തീർച്ചയായും. അത് എന്തൊക്കെയാണ് ആ ഒരു തെറ്റുകൾ? നമ്മുടെ നീറ്റ് ആസ്പിരൻസ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് സാറ് ചോദിച്ചത്. കാരണം എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു JEE തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള, അല്ല കുട്ടിയെ സംബന്ധിച്ചുള്ള, അല്ല രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന ദേശീയ പരീക്ഷയാണ് JEE കഴിഞ്ഞത്. കാരണം IITകളിൽ കയറണമെങ്കിൽ, NITകളിൽ കയറണമെങ്കിൽ, IIITകളിൽ കയറണമെങ്കിൽ ഈ ഒരു ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ടുള്ള ഓരോ കുട്ടികളുടെയും ഓരോ രക്ഷിതാക്കളുടെയും കഠിന പ്രയത്നമാണ് ഒരു IIT അഡ്മിഷൻ എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ 2 ചാൻസേ ഉള്ളൂ JEE അഡ്വാൻസ്ഡിന്. അത്രയും പ്രധാനപ്പെട്ടതായിട്ട് കൂടി ചില കുട്ടികളെങ്കിലും വരുത്തിയ തെറ്റുകളെക്കുറിച്ച് അത് ഇനി മറ്റ് നീറ്റൊക്കെ എഴുതുന്ന കുട്ടികൾ, അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട തെറ്റുകൾ വരുത്തിയത്, ഒന്നാമത്തത് ഈ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ആ ഒരു ബോധമില്ലായ്മ. അതായത് അഡ്രസ്സ് കൊടുക്കുമ്പോഴാണ് അതിനനുസരിച്ചുള്ള സ്റ്റേറ്റുകൾ
എക്സാം വരുന്നതെന്ന് അവർക്കറിയാൻ മേലാതെ പോയി. അപ്പം ഈ ജനുവരി ആദ്യത്തെ സെഷൻ, ജനുവരി 25 മുതൽ ഫെബ്രുവരി 1-ാം തീയതി വരെയുള്ള സെഷൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ, അത് ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ആയിരുന്നു. ഫസ്റ്റ് രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ചെയ്യുമ്പം നമുക്ക് 2 അഡ്രസ്സ് കൊടുക്കാനുണ്ട്. ഒന്ന് പെർമനൻ്റ് അഡ്രസ്സും ഒന്ന് പ്രസൻറ്റ് അഡ്രസ്സും. ഇതിന് പ്രൂഫുകളൊന്നും എൻ്റർ ചെയ്യേണ്ടതില്ല. ഞാൻ എവിടെ താമസിക്കുന്നു, ഇപ്പോൾ എന്തിനിവിടെ നിൽക്കുന്നു എന്നുള്ളതിനൊന്നും പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഈ 2 അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്യണം. ഈ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റുകളിലാണോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ എവിടെയാണോ ഈ അഡ്രസ്സുകളുള്ളത് ആ സ്റ്റേറ്റുകളിൽ മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ. കേരളത്തിലാണ് പരീക്ഷ എഴുതുന്നെങ്കിൽ കേരളത്തിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അത് പെർമനൻറ്റിലോ പ്രസൻറ്റിലോ ആവട്ടെ, കേരളത്തിലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. കോട്ടയത്ത് എഴുതണമെങ്കിൽ കോട്ടയത്തെ അഡ്രസ്സെന്നോ, കോഴിക്കോട് എഴുതണമെങ്കിൽ കോഴിക്കോട് അഡ്രസ്സ് വേണമെന്നൊന്നുമില്ല. പക്ഷേ ജെനുവിനായിട്ട് നമുക്ക് എവിടെയാണോ മെയ് 5-ാം തീയതി പരീക്ഷ എഴുതേണ്ടത് നീറ്റുകാരെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ജെയ്മെയിൻ സെക്കൻഡ് സെഷൻ ഇനി ഏപ്രിൽ 1 മുതൽ 15 വരെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ ഏത് സ്റ്റേറ്റിലാണോ പരീക്ഷ എഴുതേണ്ടത് അതിൻ്റെ ഒരു അഡ്രസ്സ്, അത് നമുക്ക് ആധാറിൽ അതുപോലെ തന്നെ വേണമെന്നുണ്ടോ? ഒന്നുമില്ല. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലെ അഡ്രസ്സ് വേണമെന്നുണ്ടോ? നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ അഡ്രസ്സ് വേണമെന്നുണ്ടോ? നമ്മൾ കോളേജിൽ ചേരാൻ പോകുമ്പോൾ ഈ അഡ്രസ്സിൻ്റെ പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമോ? അഡ്രസ്സ് എന്ന് പറയുന്നത് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് എപ്പോഴും വേരിയബിളാണ്. എപ്പോൾ വേണേലും നമുക്ക് മാറാം. മാറുന്നത് എങ്ങും വെരിഫൈ ചെയ്തിട്ട് ഇന്ന അഡ്രസ്സ് അല്ലല്ലോ അവിടെ കൊടുത്തിരിക്കുന്നു പറഞ്ഞ് ഇന്ന് വരെ ഒരു അഡ്മിഷനെയും ബാധിച്ചിട്ടില്ല. പക്ഷേ പരീക്ഷാ സെൻറ്റർ കിട്ടാൻ, എക്സാം സെൻറ്റർ കിട്ടാൻ, എക്സാം ജില്ല കിട്ടാനായിട്ട് നമ്മൾ പെർസെൻറ്റോ പെർമനൻറ്റിലോ അതാത് സ്റ്റേറ്റ് ഉൾപ്പെടുത്തണം. ഇപ്പോൾ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചോളം കേരളത്തിലെ അഡ്രസ്സ് പെർമനൻറ്റിലും പ്രസൻറ്റിലും ഒരു അഡ്രസ്സ് തന്നെ കൊടുക്കാം. കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതുകയും ആവാം. മറ്റുള്ളവരെ സംബന്ധിച്ചാണ്, ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എഴുതണം, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ ഇപ്പം നിൽക്കുന്നവർക്ക് കേരളത്തിൽ പരീക്ഷ എഴുതണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അഡ്രസ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതൊരു ഘടകം. രണ്ടാമത് കൂടുതൽ കുട്ടികൾ തെറ്റിച്ചത് ഡേറ്റ് ഓഫ് ബർത്തിൽ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 12ാം ക്ലാസ് പൂർത്തീകരിക്കുന്ന ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ 6 ലക്ഷം കുട്ടികളാണ് ജെയ്മെയിൻ അപ്ലൈ ചെയ്തത്. 10%, 1-2 പേരല്ല, 10% മുകളിൽ കുട്ടികളുടെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റ്. ഒന്നുകിൽ ഇയർ അല്ലെങ്കിൽ ഡേറ്റും മന്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് അപ്ലൈ ചെയ്ത 3 ആഴ്ചക്കാലം അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ള വിൻഡോ ഒരാഴ്ചക്കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് കിട്ടിയപ്പോഴാണ്. കാരണം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചാലേ ഈ അഡ്മിറ്റ് കാർഡും എക്സാം സീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്തടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോയി തിരിച്ചു പോയി ആപ്ലിക്കേഷൻ നോക്കിയപ്പോഴാണ് അതിനകത്ത് കിടക്കുന്നത് തെറ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഒന്നെങ്കിൽ ഇയർ തെറ്റ്, അല്ല മന്ത് തെറ്റ്, അല്ല ഡേറ്റ് തെറ്റ്. വളരെ കെയർലെസ് അല്ലേ? നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കണ്ടിരിക്കുന്നത് വിഷ്വലൈസേഷൻ ചിലപ്പോൾ വന്നിരിക്കുന്നത് തെറ്റായിരിക്കാം. കാരണം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്രത്തോളം ബൈഹാർട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പിന്നെ ജെൻഡർ, മെയിൽ ഫീമെയിൽ മാറിപ്പോയിരിക്കുന്നത്, നമ്മുടെ നാഷണാലിറ്റിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. ഏറ്റവും അധികം മലയാളികളെ സംബന്ധിച്ചോളം വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. അതൊക്കെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്നതെന്നുള്ളത് അതിശയകരമായ കാര്യമാണ്. ഹിന്ദി, മലയാളം എന്നീ ഭാഷയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം യഥാർത്ഥത്തിൽ അതിന് കുഴപ്പമുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം മാറിയാൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പം നീറ്റിന് ഹിന്ദി നായിപ്പോയി, അല്ലെ നീറ്റിന് മലയാളം നായിപ്പോയി, കുഴപ്പമുണ്ടോ? ഇല്ല. ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് അതിനകത്തുണ്ട്. 13 റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് നീറ്റ് എഴുതാം, അല്ലെ ജെയ്മെയിൻ എഴുതാം. ആ 13-ൽ 12 എണ്ണം ഇംഗ്ലീഷ് അല്ലാത്തതാണ്. ഈ 12 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആ ഭാഷ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതിൻ്റെ ഇംഗ്ലീഷാണ് വരുന്നത്. നീറ്റ് പ്രിൻ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഇടത് സൈഡിൽ ഫുൾ ഇംഗ്ലീഷാണ്, വലത് സൈഡ് ഹിന്ദിയാണ് വരുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ആദ്യം തൊട്ടേ പറയുന്നത്, ഇതുപോലുള്ള പ്രോഗ്രാം പറയുന്നത്, മെയ് 5-ാം തീയതി ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് എക്സാം എഴുതാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏറ്റവും കൃത്യമായിരിക്കണം. ഒരു എക്സാം സെൻറ്ററിൽ പോലും ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്തില്ല ജെയ്മെയിന്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം ഈ എക്സാമിൻ്റെ സൂപ്പർവൈസർ അടുത്ത് വരുന്നു, ആധാർ കാർഡ് എടുത്ത് നോക്കുന്നു, ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. ഈ കാൻഡിഡേറ്റിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഇപ്പം ചോദിക്കും, ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണല്ലോ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ ആ സൂപ്പർവൈസർക്ക് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ എന്ന് പോലും അറിയില്ല. കാരണം അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല. പക്ഷേ നമ്മളുടെ ശ്രദ്ധ 5 മിനിറ്റ് എങ്കിലും ഈ ഒരു കാര്യങ്ങളിലോട്ട് മാറിപ്പോകും. അപ്പം നമുക്ക് കേൾക്കുന്നവർക്ക് വളരെ രസാകരമായിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് തോന്നിയാലും
ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് മെയ് 5-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ 25-ാം തീയതി JEE റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒരു 5 മാർക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രത്തോളം റാങ്കിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചൊരു കോളേജിൽ പ്രവേശനം കിട്ടുന്നതിന് എത്രത്തോളം ആ ഒരു വിഷയം, ആ ഒരു 5 മാർക്ക് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അപ്പം കെയർലെസ് കൊണ്ട് വരുത്തിയ തെറ്റുകൾ JEE 2024 ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പേരിൻ്റെ തെറ്റ്, അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അച്ഛൻ്റെ പേര് തന്നെ 2 ഇടത്തും എൻട്രി ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ് മാറിപ്പോവുക, ജെൻഡർ മാറിപ്പോവുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം മാറിപ്പോവുക. ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് JEE 2024 ഓൺലൈൻ ആപ്ലിക്കേഷനിൽ വന്ന തെറ്റുകൾ. കാറ്റഗറി ഒട്ടുമിക്ക ആൾക്കാരും അവർക്ക് ഈ നോൺ ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ EWS ആയിട്ട് ബന്ധപ്പെട്ട ആ കാറ്റഗറിയെക്കുറിച്ച് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അതെനിക്ക് അലോട്ട്മെൻറ്റ് സമയമാകുമ്പോഴായിരിക്കാം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നീറ്റ് വരുന്ന ആദ്യത്തെ ദിവസം ചെയ്യുക എന്നുള്ളതല്ല, ഒരാഴ്ച എടുത്തോട്ടെ, പക്ഷേ തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. ആ ദിവസം മെയ് 5-ാം തീയതി പരീക്ഷ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എഴുതാനുള്ള നല്ലൊരു ആംബിയൻസ്, നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ എഴുതാനുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമെന്ന് പറയുന്നത്. സർ, ശരിക്കും പറഞ്ഞാൽ ഈ വർഷം നമ്മുടെ ബെർലിനിലേക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ചെറിയൊരു അല്പം ഒരു ആശങ്കയോടുകൂടി നോക്കിക്കണ്ടൊരു കാര്യമായിരുന്നു സിലബസിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം കൂടുതലായിട്ടും ഈ ജൂണിലൊക്കെ പ്രവേശനം എടുക്കുന്നവർ മെഡിക്കലിനാണെങ്കിലും കൂടുതൽ പേര് ചോദിച്ചത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ പരീക്ഷ ഏറ്റെടുക്കുന്നു. അപ്പോൾ എന്തുമാത്രം മാറ്റങ്ങളായിരിക്കാം നീറ്റ് 2024 വരുന്നതെന്നുള്ളത് എപ്പോഴും ഒരു ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ കണ്ടു സിലബസിൽ വന്ന മാറ്റം. നീറ്റ് നവംബറിൽ തന്നെ പറഞ്ഞിരുന്നു JEE-ൻ്റെയും നീറ്റിൻ്റെയും സിലബസിൽ മാറ്റം വന്നു. ആ മാറിയ സിലബസ് അനുസരിച്ചാണ് ഈ വർഷത്തെ JEE-ൻ്റെ ആദ്യത്തെ പരീക്ഷ നടന്നത്. കൃത്യമായും അത് നേരത്തെ തന്നെ അറിയിച്ചതുകൊണ്ട് പരീക്ഷ ഒരുക്കിയ NTA-യുടെ ഒഫീഷ്യൽ അതോറിറ്റികൾക്കും പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾക്കും 100% ഗുണപ്രദമായിരുന്നു ഈ സിലബസിലുള്ള ആ മാറ്റം നേരത്തെ അറിയിച്ചത്. കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പോലും ഔട്ട് ഓഫ് സിലബസ് ഒന്നും വന്നില്ല. എന്നാൽ ഇൻഓർഗാനിക്കിൻ്റെ അറിയാം, നമുക്ക് ചാപ്റ്റർ കുറഞ്ഞു, ഓർഗാനിക്കിന് കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്നൊക്കെ പൊതുവേ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയല്ല, ഇൻഓർഗാനിക്കിന് തന്നെയായിരിക്കും പ്രാധാന്യം. ഇനി ഏതാണെങ്കിലും ഇൻഓർഗാനിക്കിനെന്നില്ല, ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ JEE 2024 ഇപ്പോൾ 27-ാമത്തെ പരീക്ഷ എഴുതിയ കുട്ടികൾ ചിരിച്ചുകൊണ്ടൊരു നാഷണൽ എക്സാമിൻ്റെ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ബ്രില്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ പരം ഒരു സന്തോഷം നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ മാനേജ്മെൻറ്റിനില്ല. കാരണം അത്രയ്ക്ക് ഈസി ആയിരുന്നു. സിലബസിനെ കുറിച്ചുള്ള അവർ കൃത്യമായിട്ട് നമ്മളെല്ലാവരിലും എത്തിച്ചിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ഒരു ചോദ്യം പോലും വന്നില്ല. കെമിസ്ട്രിയിൽ കൃത്യമായിട്ട് ആ സിലബസിൽ തന്നെ വന്നത്. ഫിസിക്സ് പ്രാക്ടിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കലിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് ആ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ആണ് ചോദ്യം വന്നത്. അപ്പം സിലബസ് പരിഷ്കരണം എന്ന് പറയുന്നത് നമുക്കത് കുട്ടികളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഔട്ട് ഓഫ് സിലബസ് ആയിട്ടോ ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസോ ഒന്നും വന്നിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ NTA JEE 2024 ആദ്യ സെഷൻ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാശങ്കകളും നീറ്റ് 2024 ഒരു മാറ്റം സിലബസിൽ വന്നെന്നോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏറ്റെടുത്തെന്നോ ടഫായിരിക്കുമോന്നോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഒന്ന് മാത്രം, ഏറ്റവും ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. 80% 90% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്? പരീക്ഷ എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പിൽ നമ്മളിങ്ങനെ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കും, ഇന്ന് ഞാൻ ഏറ്റവും അറിയാവുന്നത് തെറ്റിക്കില്ല എന്ന്. അതുപോലെയല്ല, അത് നല്ലത്. അതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നീറ്റ് എക്സാം എന്ന് തൊട്ടാ ഫെബ്രുവരി 4 മുതൽ നമുക്ക് എന്നും നീറ്റ് എക്സാമാണ്. അതിൽ നാം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ എല്ലാ ചോദ്യങ്ങളിലൂടെയും എല്ലാ വേർഡുകളിലൂടെയും നമ്മളെല്ലാം കടന്നു പോകണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സിമ്പിളായിട്ടുള്ളത്, ഡയറക്റ്റായിട്ടുള്ളത് NCERT നന്നായിട്ട് വായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുവരുത്തില്ല എന്നുള്ളത് നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കണം. NTA തന്നെ നടത്തിയ ആദ്യത്തെ JEE പരീക്ഷ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും വന്നത്. അതായത് കെമിസ്ട്രിയിലൊക്കെ ആകെ 4-5 വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഫിസിക്സിനകത്ത് രണ്ടാമത്തെ സെഷനകത്ത് അല്പം ലെങ്തി ആയിരുന്നെങ്കിൽ പോലും എല്ലാത്തിനും ആൻസർ ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പം
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം നീറ്റിനും പ്രതീക്ഷിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നന്നായിട്ട് തയ്യാറെടുക്കുക. സർ, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന മാസം വരുമെന്ന് സാർ ഇപ്പോൾ പറയുകയുണ്ടായി. അതിന് പുറമെ മറ്റ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പേരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്, ആപ്ലിക്കേഷൻ്റെ സമയമാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത്? ശരി, ഇപ്പോൾ നമുക്ക് 2024 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും, അത് ഏത് സിലബസിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റുകളാണെങ്കിലും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു, നീറ്റൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് 4-5 പ്ലാനുകൾ, അല്ലേ, പ്ലാൻ ബി, പ്ലാൻ സി, പല പല പ്ലാനുകൾ മനസ്സിലുണ്ടാവണമെന്ന് പറഞ്ഞു. ജനുവരി 28 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ നീറ്റ് അടുത്ത മാസം ആരംഭിക്കുകയുള്ളൂ. കേരള മെഡിക്കൽ മാർച്ച് മാസം ആദ്യമേ ആരംഭിക്കുകയുള്ളൂ. എൻജിനീയറിംഗ് മേഖലകളിൽ ഇപ്പോൾ ബിറ്റ്സാറ്റ് 2 സെഷനുകളുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കുസാറ്റ്, അതായത് ബിടെക് മേഖലയിലുള്ള കുസാറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി 26 അവസാനം തീയതി. കുസാറ്റും ബിറ്റ്സാറ്റും അല്ലാതെ ജെഇമെയിൻ തന്നെ ഇനി ഏപ്രിൽ 1 മുതൽ 15 വരെ 2ാമത്തെ സെഷൻ ജെഇമെയിൻ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം ഏതാണ്ട് ഫുൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ സമയമാണ്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഫുൾ ടോപ്പിക്കുകൾ കഴിയുന്ന സമയമാണ്. മെഡിക്കൽ ആയിക്കോട്ടെ, പക്ഷേ NTA തന്നെ നടത്തുന്ന മറ്റൊരു എക്സാമാണ്. ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു കോൺഫിഡൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും ജെഇമെയിൻ 2ാമത്തെ സെഷൻ എഴുതണമെന്നുള്ളവർക്ക്, അതായത് ഏപ്രിൽ 1 മുതൽ 15 വരെയാണ് ജെഇമെയിൻ 2ാമത്തെ സെഷൻ. മെഡിക്കൽ ആണെങ്കിൽ പോലും അതിനകത്ത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. NTA തന്നെയാണ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് ആ ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ എഴുതി നോക്കുന്നത് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ നല്ലതാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ളതല്ല, ആ എക്സാമിൻ്റെ ആ ഒരു വൈബ്, ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ അറ്റ്മോസ്ഫിയർ, ഒരു നാഷണൽ ലെവൽ എക്സാമിൻ്റെ പ്രാക്ടീസൊക്കെ ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. അപ്പം ജെഇമെയിൻ 2ാമത്തെ സെഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെയാണ് ജെഇമെയിൻ അപ്ലൈ ചെയ്യാവുന്ന സമയം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബിറ്റ്സാറ്റ്, കുസാറ്റ്, അതുപോലെ ജെഇമെയിൻ എന്നുള്ളവയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. ഇനി നമുക്ക് വരാനുള്ളത് എയിംസിൻ്റെ BSc നഴ്സിംഗ് വരാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ നഴ്സിംഗ് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാനുള്ളത്. കേരളത്തിലെ BSc നഴ്സിംഗ് പ്രവേശനം എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ മന്ത്രിസഭ യോഗവും പരിഗണിച്ചിട്ടില്ല. ഇനി മന്ത്രിസഭയുടെ ഒരു അംഗീകാരവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജൂണിൽ അങ്ങനെ ഒരു എക്സാം ഉണ്ടാകും. അത് നീറ്റിൽ നിന്നായിരിക്കുകയില്ല. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BSc നഴ്സിംഗ് കേരളത്തിൻ്റേതായിട്ടുള്ളൊരു പരീക്ഷ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജൂണിലായിരിക്കും. ഇനി നമുക്ക് തമിഴ്നാടിൻ്റെ BSc നഴ്സിംഗ് വരാനുണ്ട്. CMC വെല്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ വരാനുണ്ട്. അതുപോലെ തന്നെ കർണാടക മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ. കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ സീറ്റുകൾ വേണമെന്നുള്ളവർക്കും അതുപോലെ തന്നെ അവിടുത്തെ BSc നഴ്സിംഗ് വേണമെന്നുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ഇനി മറ്റുള്ള സ്റ്റേറ്റുകളുടെ ആപ്ലിക്കേഷനൊക്കെ വരാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് കർണാടക മെഡിക്കലാണ്. മെഡിക്കൽ സംബന്ധിച്ച് നമ്മൾ മെഡിക്കൽ ഇല്ല എന്ന് പറഞ്ഞതല്ല, കർണാടകത്തിലെ മെഡിക്കൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ്. കർണാടക മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർണാടകത്തിലെ BSc നഴ്സിംഗ് നടക്കുന്നുണ്ട്. പിന്നെ എൻജിനീയറിംഗ് വിഭാഗത്തിലുള്ള ആപ്ലിക്കേഷനാണ് വരാൻ പോകുന്നത്. പിന്നെ ഐസർ, നൈസർ, CUET ഈ 3 ആപ്ലിക്കേഷനുകളും ഫെബ്രുവരി അവസാനം ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ ആരംഭിച്ച് മാർച്ച് പകുതിയോടുകൂടി ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരും. അപ്പം നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ ഓരോ നോട്ടിഫിക്കേഷനെക്കുറിച്ചും കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബുള്ളൻ്റെ യൂട്യൂബ് ചാനലിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നതാണ്. സർ, ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ എക്സാമുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, മോഡൽ എക്സാം. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് തന്നെ അതാണ് പറഞ്ഞത്. കാരണം ജെഇമെയിൻ പോലെയുള്ള ഇത്രയും നമ്മളുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ 6 ലക്ഷം പേര് എഴുതിയൊരു എക്സാമിൽ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആ ബ്രില്യൻറ്റിൻ്റെ എക്സാം. ഇപ്പം ജെഇമെയിൻ എന്താണ്, നമ്മൾ നവംബർ അവസാനം മോഡൽ എക്സാം തുടങ്ങിയതാണ്. നവംബർ, ഡിസംബർ, ജനുവരി നമുക്ക് ഏതാണ്ട് അവർക്ക് 2 ദിവസം കൂടുമ്പോഴായിരുന്നു മോഡൽ. 2 ദിവസം കൂടുമ്പോൾ ഓൺലൈനിലും വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഓഫ്ലൈനിൽ പ്രിൻറ്റ് ചെയ്തും കൊടുത്ത് പരീക്ഷ എഴുതിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് അവർ എക്സാം ഹാളിൽ പോയത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ആ കാണാൻ കഴിഞ്ഞത്. അപ്പം ബ്രില്യനെ സംബന്ധിച്ചോളം, മെഡിക്കലിനെ സംബന്ധിച്ചോളം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ.
അതിന് കാരണമൊന്നുമല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു മാജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും മാതാപിതാക്കളും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. അതിനെക്കുറിച്ച് സാറിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ അതിന് മുമ്പ് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഏത് റേഞ്ചിൽ മാർക്ക് നിൽക്കുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് ഈ JEE എക്സാമിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏറ്റവും സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ നീറ്റിനും എന്താ പറയാറുള്ളത്? ഏറ്റവും സിമ്പിളായിരിക്കും, ഏറ്റവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 250 മാർക്കിലാണ് നിൽക്കുന്നത്, അല്ലെ 300-ലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഭയപ്പെടുകയോ സിസ്റ്റം മാറ്റുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇനിയുള്ള കൃത്യമായ ഓരോ ദിവസവും 1-2 മോഡലുകൾ എഴുതാൻ തയ്യാറായാൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ തയ്യാറായാൽ, NCERTയുടെ എല്ലാ പേജുകളിലൂടെയും കടന്നു പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെയുള്ള ആ മാജിക് മൊമെൻറ്റ് മെയ് 5-ാം തീയതി സംഭവിച്ചിരിക്കും. അത് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കുട്ടികളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പം പരീക്ഷ എഴുതുമ്പോൾ, പരീക്ഷയാണ് ഇനി ഫെബ്രുവരി തൊട്ടെന്ന് പറയുമ്പം പല കുട്ടികളും പറയുന്നത് എന്താണ്, ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, പഠിച്ചെല്ലാം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡലുകൾ എഴുതാൻ പോകുന്നത്. അതും ശരിയല്ല. ഇനി നമുക്ക് നീറ്റിനെ സംബന്ധിച്ചോളവും അത്രയും ദിവസങ്ങളേ ഉള്ളൂ. പരീക്ഷയിലൂടെ തന്നെയാണ് ചാപ്റ്ററുകൾ പഠിക്കേണ്ടത്. അതിന് ഒരു പാക്കേജാണ് നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി 5-ാം തീയതിയുമായിട്ട് ആരംഭിക്കുന്ന മോഡൽ എക്സാമുകൾ. രക്ഷിതാക്കളെ സംബന്ധിച്ച് അറിയേണ്ടത്, ഇത് ഈ ഒരു രീതിയിലൂടെ തന്നെയാണ് 2023-ലും 2022-ലും 2021-ലും 2000-ലും നമ്മുടെ കുട്ടികൾ കടന്നു പോയതും. ഈ 1-ാം റാങ്ക് മുതൽ എത്രയാണ് ഇപ്പോൾ 600-ന് മുകളിൽ കഴിഞ്ഞ തവണ 1797 പേരായിരുന്നെങ്കിൽ ആ 1797 പേരും കടന്നുപോയത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അപ്പം ആ ഒരു സിസ്റ്റത്തിനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഒരു എൻകറേജ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിലൂടെ, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അവർക്ക് മൊത്തം സിലബസിനെ 8 യൂണിറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. 4-ാം തീയതി ഓടെന്നും 5-ാം തീയതി ഈവൻ എന്നും പറഞ്ഞ് നമ്മൾ പരീക്ഷകളുടെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷയ്ക്കകത്ത് ഫിസിക്സിന് 2 ചാപ്റ്റർ, കെമിസ്ട്രിക്ക് 2 ചാപ്റ്റർ, ബോട്ടണി സുവോളജി ഓരോ ചാപ്റ്റർ വെച്ച് 2 ചാപ്റ്റർ, അങ്ങനെയാണ് നമ്മൾ സിലബസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മൊത്തം 8 യൂണിറ്റുകളുടെ പരീക്ഷ. ആ 8 യൂണിറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് യൂണിറ്റുകൾ, പിന്നെ ഫസ്റ്റ് ഇയർ മൊത്തം, പിന്നെ സെക്കൻഡ് ഇയർ മൊത്തം, പിന്നെ ഓൾ യൂണിറ്റുകൾ. അങ്ങനെ മാർച്ച് 25 ആകുമ്പോഴത്തേക്കും ഫുൾ യൂണിറ്റ് മോഡലുകൾ. ഇങ്ങനെ 40 മോഡലുകൾ, റെഗുലറായിട്ടുള്ള മോഡലുകൾ. ഈ മോഡലുകളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് തൊട്ട് തലേ ദിവസം ഇവർക്ക് ഇവരുടെ ലേണിംഗ് ആപ്പ് വഴി പ്രിപ്പറേറ്ററി മോഡൽ അവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട്, എന്താണ് നാളെ വരാൻ പോകുന്നത്, ഏത് പാറ്റേൺ ആണ് വരാൻ പോകുന്നത്, ഏത് ടോപ്പിക്കാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേറ്ററി മോഡൽ. ഇത് കൂടാതെ നമുക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ക്വസ്റ്റിൻ്റെ ഒരു പാക്കേജ് തന്നെ പ്രിൻ്റ് ഔട്ട്, അത് ഓൺലൈൻകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, OMR ഷീറ്റ് സഹിതം. അത് കുട്ടികൾക്ക് നമ്മൾ മാർച്ചിൽ കൊടുക്കും. അപ്പം ഈ 2 എക്സാമുകൾക്കിടയിൽ, പ്രിപ്പറേറ്ററി എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ഇടയിൽ ഇവർക്ക് ഈ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യാം. ഇനിയുമുണ്ട് നമുക്ക് മറ്റ് ഗ്രൂപ്പുണ്ട്, അതായത് ഓടെന്നും ഈവനെന്നും പറഞ്ഞാൽ നമ്മൾ പരീക്ഷ നടത്തുന്നത്. മറ്റേ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യും മൊത്തം സ്റ്റുഡൻസിനായിട്ട് കൊടുക്കാനായിട്ട്. ഓടാണെങ്കിലും ഈവനാണെങ്കിലും പകുതി ക്വസ്റ്റ്യൻ അല്ല പ്രിൻ്റ് ചെയ്യുന്നത്, ഫുൾ ക്വസ്റ്റ്യൻ പ്രിൻ്റ് ചെയ്തിട്ട് അതർ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഇവർക്കൊന്ന് വായിച്ചു നോക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഓർത്ത് നോക്കൂ, നമ്മുടെ കുട്ടികൾ കാണുന്നത് ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യനുകളും ഉത്തരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ എല്ലാ പരീക്ഷ കഴിയുമ്പോഴും. ഇപ്പം പരീക്ഷ ആദ്യത്തെ സെഷനുകളൊക്കെ രാവിലെ തീരുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് തന്നെ ഇരുന്ന് റെഫറൻസ് പഠിക്കാനും അതിൻ്റെ റിസൾട്ട് 1:30-ക്ക് പരീക്ഷ തീരുകയാണെങ്കിൽ അത് ഏത് സമയത്താണോ തരുന്നത്, അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അതിൻ്റെ OMR ഷീറ്റ് മുഴുവൻ OMR മെഷീൻ വെച്ച് റീഡ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ OMR ഷീറ്റ് തിരികെ നൽകും. അവരുടെ റാങ്കും റിസൾട്ടും ഗ്രേഡും നമ്മൾ പറയും. പേരൻസിന് മെസ്സേജ് ആയിട്ട് ചെല്ലും. നമ്മളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിനകത്ത് അവരുടെ OMR ഷീറ്റ് ഉൾപ്പെടെ നമ്മളത് അപ്ലോഡ് ചെയ്യും. OMRൽ അവർക്ക് എന്താണ്, അവർക്ക് ചെയ്ത രീതികളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ, പിന്നെ തെറ്റിപ്പോയത് അവരുടെ റെസ്പോൺസ്, അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതൊന്നും ആ കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു ഡീഗ്രഡേഷനായിട്ട് എടുക്കരുത്. ഇപ്പോൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിപ്പോയതൊന്ന് പഠിക്കണം. എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മെയ് 5 വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ടും
മോഡൽ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ഹിൻഡോട് കൂടിയത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. മോഡൽ എക്സാമിൻ്റെ പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അന്ന് വൈകുന്നേരം അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ നമ്മൾ ഇ ലേണിംഗ് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യും. ഒരു പ്രൊഫസർ തന്നെ, ഒരു ഫാക്കൽറ്റി തന്നെ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. വേണ്ടവരത് കയറിയാൽ മതിയാകും. അപ്പം ഇങ്ങനെ തന്നെയാണ്, ഇതാണൊരു മോഡലിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഒരു ദിവസം 1-2 മോഡലുകൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ യൂണിറ്റ് എക്സാം എഴുതുന്നത് ഇത്ര ചാപ്റ്ററുകളാണെങ്കിൽ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യുമെന്നറിയോ, അവർ ഫുൾ യൂണിറ്റും കൂടി ഇതിൻ്റെ കൂടെ ഒരെണ്ണം അഡീഷണൽ ആയിട്ട് അങ്ങ് എഴുതും. കാരണം നമ്മുടെ ഇ ലേണിംഗ് ആപ്പിന് അതുണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണണം. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു. ഈ ഫെബ്രുവരി 4 ഫിസിക്സിനകത്ത് 2 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. 2023-ലും 22-ലും 21-ലും നീറ്റിന് ഇതിൽ നിന്ന് ഏത് ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് അറിയണ്ടേ? അതിന് ഈ ചാപ്റ്റർ വൈസ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലായിരിക്കും നീറ്റിന് ചോദ്യങ്ങൾ വരുന്നതെന്നറിയാൻ പറ്റും. അപ്പം അതും ഇ ലേണിംഗ് ആപ്പിനകത്ത് പ്രീവിയസ് ഇയർ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പം ക്വസ്റ്റ്യനുകൾക്കോ അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, ഹിൻഡ്, വീഡിയോ സൊല്യൂഷൻ, റിസൾട്ട്, ഇതിനൊന്നും ഒരു യാതൊരു, എല്ലാ കുട്ടികളുടെ ഒരു വൺ ടച്ചിനകത്തുണ്ട് ഇതെല്ലാം. ഒന്നുകിൽ ഇ ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട്, OMR ഷീറ്റ് ഉൾപ്പെടെയുണ്ട്. അവർക്കത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് ചോദിക്കും, ഇപ്പോൾ ജെഇമെയിൻ എത്ര സിമ്പിളായിട്ടല്ല ജെഇമെയിൻ വന്നേ, നമുക്ക് സിമ്പിളായിട്ടുള്ള പരീക്ഷകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോരെ, എന്തിനാണ് നമ്മൾ ഒരു പ്രത്യേക ഒരു ലെവൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നത്? ഏറ്റവും നല്ല രീതിയിൽ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ടാണ് ജെഇമെയിൻ ഇന്നലെ സിമ്പിളായിട്ട് ആ കുട്ടികൾക്ക് തോന്നിയത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ പാറ്റേണിലൂടെ കടന്നു പോകാത്ത ഒരാളോട് ചോദിക്കൂ, ഇന്നലത്തെ 90 ക്വസ്റ്റ്യനിൽ എത്ര ചെയ്തു എന്ന് ചോദിക്കൂ. അവർക്ക് ചെയ്യാൻ പറ്റിയത് 40, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഈ പാറ്റേണിലൂടെ അല്ല കടന്നു പോയതെങ്കിൽ 40 ക്വസ്റ്റ്യൻ 45 ക്വസ്റ്റ്യനെ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ പാറ്റേണിലൂടെ കടന്നു പോയവർ 85, 90 ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കാം, കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സിമ്പിൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ പോലെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നീറ്റ് സിമ്പിളാണെന്ന് നിങ്ങൾ പറയുന്നു, ജെഇമെയിൻ സിമ്പിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 1,00,000 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയത് തന്നെ NCERTയുടെ എല്ലാ ലെവലും ഇട്ടാൽ പോരെ എന്നൊരു ന്യായമായി എല്ലാവർക്കും സംശയിക്കാം. പക്ഷേ സബ്ജക്റ്റ് കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കാതെ ഒരിക്കലും നമുക്ക് പെട്ടെന്നൊരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനാവില്ല. അപ്പം സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കണം, കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് മോഡൽ എക്സാമുകളും പ്രിപ്പറേറ്ററി മോഡലുകളും ഒക്കെ നമുക്ക് ഒരു ലെവൽ, ഒരു ആവറേജ് ലെവൽ, ഒരിക്കലും ടഫല്ല, ഒരിക്കലും ടഫായിട്ട് നടത്തില്ല, പക്ഷേ എപ്പോഴും ഒരു ആവറേജ് ലെവലായിരിക്കും. അതിനകത്തെ 4 ചോയ്സും 4 ചോദ്യങ്ങളായിട്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് 4 ചോയ്സുണ്ട്. ആ 4 ചോയ്സിനകത്തും ആ കുട്ടികൾക്ക് വേണമെങ്കിൽ 4 ചോദ്യങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ആ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള മോഡൽ എക്സാമുകളാണ് ഫെബ്രുവരി 4 തൊട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ബെർലിനെ സംബന്ധിച്ചോളം മെയ് 5 എന്ന് പറയുന്ന നീറ്റ് യഥാർത്ഥത്തിൽ ഫെബ്രുവരി 4 തുടങ്ങുകയാണ്. അവരുടെ ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും ഡ്രസ് കോഡ് ആണെങ്കിലും എക്സാം അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും നേരത്തെ വന്ന് പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടതിൻ്റെ സാഹചര്യം ഒക്കെ ആണെങ്കിലും എക്സാം ഹാളിൽ എന്തായിരിക്കണം അത് തന്നെ നമ്മൾ ഫെബ്രുവരി 4 മുതൽ കീപ്പ് ചെയ്യണം. വാച്ച് നോക്കാതെ ടൈം മനസ്സിൽ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇൻവിജിലേറ്റർ പറയുന്ന സമയത്തിനനുസരിച്ച് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യനിലൂടെയും നമ്മൾ കടന്നു പോകണം. അതിന് നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു സമയമുണ്ട്. ഫിസിക്സിന് ഇത്ര, കെമിസ്ട്രിക്ക് ഇത്ര, ബോട്ടണിക്ക് ഇത്ര, സുവോളജിക്ക് ഇത്ര. അതിൽ കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. നമ്മൾ ഓവർ സ്പീഡ്, അത് വലിയ അപകടമാണ്. കാരണം ഇതുപോലുള്ള സിമ്പിൾ എക്സാമിന് ഓവർ സ്പീഡ് വലിയ അപകടമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം. സ്വാഭാവികമായിട്ടും ശിവൻ സാറിനൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്, എന്തിന് സ്വന്തം മക്കളുടെ ഇനിയുള്ള സംശയങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ അവർ ക്രമീകരിക്കണം എന്നൊക്കെതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൃത്യമായ മറുപടിയുമായി ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രേക്ഷക, ഒരു പേരൻ്റ് ആണെന്ന് തോന്നുന്നു, വളരെ മനോഹരമായിട്ടൊരു കമൻറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശിവൻ സാറിന് ഇപ്പോൾ 79ാമത്തെ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്തിരുന്നു. അത് ഞാനൊന്ന് എടുത്ത് വായിക്കുകയാണ്. നീറ്റിന് ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ശിവൻ സാറിൻ്റെ ഈ എപ്പിസോഡ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്.
ഒരു ശുഭാപ്തി വിശ്വാസം പകരുന്നതായിരുന്നു. താങ്ക് യു സർ. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നമുക്ക് ശിവൻ സാറ് പറഞ്ഞതുപോലെ തന്നെ 100 ദിവസത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ, ഏകദേശം 94 ദിവസം മാത്രം. ആ ഒരു ദിവസം വളരെ ആത്മാർത്ഥതയോടുകൂടി എങ്ങനെ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കണം, എത്ര കരുതലോടുകൂടി ആയിരിക്കണം ഓരോ മാതാപിതാക്കളും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇനി കരുതൽ വേണ്ടത്. ഇത്തരത്തിൽ വളരെ ആധികാരികമായി പറഞ്ഞു തരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ശിവൻ സാർ പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വളരെ ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച. അതിൻ്റെ പിന്നിൽ ബ്രില്യൻറ്റിൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്രയ്ക്കൊപ്പം ശിവൻ സാർ ഉണ്ടായിരിക്കും. ശിവൻ സാറിൻ്റെ ആധികാരികമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കും, വാക്കുകളുണ്ടായിരിക്കും. നമുക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.